ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഫിസിക്സില് 9ാം ക്ലാസ്സിലെ പുതിയ SCERTയുടെ 4ാമത്തെ ലെസണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പ്രകാശത്തിന്റെ അപവർത്തനം കംപ്ലീറ്റ് ആക്കി, ചലന സമവാക്യങ്ങൾ കംപ്ലീറ്റ് ആക്കി, ചലന നിയമങ്ങൾ കംപ്ലീറ്റ് ആക്കി. ഇന്നെടുക്കാൻ പോകുന്നത് ഗുരുത്വാകർഷണമാണ്, ഫിസിക്സ് കേട്ടോ. 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ്, പുതിയ SCERT ആണ്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്, 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്, 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മീൻസ് പുതിയ SCERT, പുതിയ SCERTയിലെ. അതേപോലെ 9ാം ക്ലാസ്സിലെ ബയോളജി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇന്നത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഫിസിക്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. അപ്പൊ 4ാമത്തെ ലെസണിന്റെ പേര് ഗുരുത്വാകർഷണം എന്നാണ്. എന്താണ് ഗുരുത്വാകർഷണം? എന്താണ് ഈ ഭൂഗുരുത്വാകർഷണം? എന്താണ് ഗുരുത്വാകർഷണം അല്ലേ? അതായത് എല്ലാ വസ്തുക്കളെയും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട്. ഇനി ഒരു വസ്തുവിനെ ആകർഷിക്കാം, ഒരു വസ്തുവിനെ ആകർഷിക്കില്ല എന്നില്ല അല്ലെ. എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി ആകർഷിക്കുന്നുണ്ട്. ഇതിന്റെ ദിശ ഭൂമിയുടെ എവിടേക്കായിരിക്കും? കേന്ദ്രത്തിലേക്കാണ് അല്ലെ. ഭൂമിയുടെ ദിശ എന്താണ്? ആകർഷിക്കുന്ന സമയത്ത് ദിശ എങ്ങോട്ടായിരിക്കും? കേന്ദ്രത്തിലേക്കായിരിക്കും. ഈ ആകർഷണ ബലമാണ് എന്ത് പറയുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഇനി ഒരു വസ്തുവിന്റെ മാസ് വന്നിട്ട് 100 കിലോഗ്രാം ആണെന്ന് വെക്കുക. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഉയരം, ഉപരിതലത്തിൽ നിന്ന് ഇപ്പൊ 0 ഇതിലാണെങ്കിൽ ആകർഷണ ബലം അവിടെ എത്രയാണ് വരുന്നത്? 980 ന്യൂട്ടൺ ആയിരിക്കും. അതേപോലെ തന്നെ, അതായത് വ്യത്യസ്ത ഉയരങ്ങളുടെ അടിസ്ഥാനത്തില് ആകർഷണ ബലത്തിന്റെ അളവും എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ 100 കിലോഗ്രാം മാസൊക്കെ ഒരേ സെയിം മാസ്, പക്ഷെ ഉയരത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇതിപ്പോ ഉപരിതലത്തിൽ പറയുമ്പോൾ 0 നിന്നാണ് 980 പറഞ്ഞത്. ഇനി 1,00,000 ഭൗമോപരിതലത്തിൽ നിന്ന് 1,00,000 മീറ്റർ ആണ് ഉയരമെങ്കിൽ അവിടെ എത്ര ന്യൂട്ടൺ വരും? 950. അതേപോലെ 100 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു എത്രയാണ്? 10 അല്ലെ, 10 ലക്ഷം. 10 ലക്ഷം ആകുന്ന സമയത്ത് അവിടെ എന്താണ്? 730 ന്യൂട്ടൺ ആണ്. 730 ന്യൂട്ടൺ ആണ്. അപ്പൊ ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? ഉയരം കൂടുന്തോറും ഭൂമിയുടെ ആകർഷണ ബലം എന്ത് ചെയ്യും? കുറയുകയാണ് അല്ലെ. ഇവിടെ ഉയരം അളവ് കൂടി വരുന്ന സമയത്ത് ഇവിടെ എന്താക്കണ്ടോ? ന്യൂട്ടൺ കുറഞ്ഞു വരുന്നതാണ് അല്ലെ. അപ്പോ മനസ്സിലാക്കണം, ഉയരം കൂടുന്ന സമയത്ത്, ഉയരം കൂടുന്തോറും എന്തു ചെയ്യുന്നു? ആകർഷണ ബലം. ഉയരം കൂടുന്തോറും എന്തു ചെയ്യുന്നു? ആകർഷണ ബലം എന്തു ചെയ്യും? കുറയുന്നു. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, ഭൂമിയിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലം കൂടുമ്പോൾ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം, അകലം കൂടുന്തോറും എന്താണ്? ആകർഷണ ബലം അവിടെ എന്ത് ചെയ്യും? കുറയുന്നു അല്ലെ. ആകർഷണ ബലം കുറയുന്നു. ഇനി ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു ആണല്ലേ, ആകർഷിക്കുന്നു. ഇനി വസ്തുവിന്റെ മാസ് കൂടുന്നതിനനുസരിച്ചിട്ട് ആകർഷണ ബലം കൂടുന്നു അല്ലെ. വസ്തുവിലേക്കുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ആകർഷണ ബലം കുറയുന്നു. ഈ കാര്യങ്ങളൊക്കെ പോയിന്റ് വെച്ചിട്ട് ഓരോരോ പോയിന്റ് നോട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ഇനി താണു പത്മനാഭനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. 1957 to 2021 അദ്ദേഹത്തിന്റെ കാലഘട്ടം. ജന്മസ്ഥലം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ BSc-ക്കും MSc-ക്കും ഗോൾഡ് മെഡൽ ജേതാവായിരുന്നു. കോസ്മോളജി, ഗ്രാവിറ്റേഷൻ എന്നീ മേഖലകളിൽ മൗലികമായ സംഭാവനകൾ നൽകി. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരെ നല്ല ഒരു ബോക്സ് ആണ്, പഠിക്കണം. ന്യൂട്ടന്റെയും ഐൻസ്റ്റീന്റെയും ഗുരുത്വാകർഷണ സിദ്ധാന്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാതൃക അവതരിപ്പിച്ചു. പത്മശ്രീ, കേരള ശാസ്ത്ര പുരസ്കാരം തുടങ്ങിയ നിരവധി ബഹുമതികൾക്ക് അദ്ദേഹം അർഹനായി. ഇനി എന്താണ് സാർവിക ഗുരുത്വാകർഷണ നിയമം? പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ പരസ്പര ആകർഷണത്തെ കുറിച്ചിട്ട് സമഗ്രമായ ഒരു നിയമം ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. ഇതാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ പരസ്പര ആകർഷണത്തെ കുറിച്ചിട്ട് ഒരു വസ്തു മറ്റൊന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ആകർഷിക്കാറുണ്ട്. അങ്ങനെ അതിനെ കുറിച്ചിട്ട് ഒരു സമഗ്രമായ ഒരു നിയമം ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. ഇതാണ് സാർവിക
സ്വാഭാവിക ഗുരുത്വാകർഷണ നിയമം. ഇനി നോക്കുക, ഇതവിടെ ഇത് പഠിക്കുക കേട്ടോ. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നു? പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അതിന്റെ അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമാണ്. മാസുകളിലെ കണക്കാക്കുന്ന സമയത്ത് ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അകലം വെച്ച് നോക്കുന്ന സമയത്ത് അതിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നു? പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതം, പക്ഷെ അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആണ്. ഇനി M1 M2 എന്നീ മാസുകളുള്ള രണ്ട് മാസുകളുള്ള വസ്തുക്കളുടെ കേന്ദ്രങ്ങൾ തമ്മിൽ d അകലം ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം F ആണെന്ന് കരുതുക. എങ്കിൽ എങ്ങനെയാണ് കാണുക? F കാണാൻ എന്ത് ചെയ്യും? M1 into M2. നമ്മൾ പറഞ്ഞില്ലേ മാസുകൾ നേർ അനുപാതത്തിലാണെന്ന് പറഞ്ഞില്ലേ? M1 into M2. അപ്പൊ F സമം എത്രയാണ്? 1 divided by d square. ഇതാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ എങ്ങനെ പറയാ? F1 കാണാൻ എങ്ങനെയാണ്? F കാണാൻ M1 into M2 divided by d square. അതായത് F സമം G into M1 M2 divided by d2. രണ്ട് മാസ്, d എന്താണ്? അകലം. എന്താ നമ്മൾ പറഞ്ഞത്? M1 ഉം M2 മാസ് എന്തു പറഞ്ഞു? നമ്മള് നേർ അനുപാതത്തിൽ, നേർ അനുപാതം എന്ന് പറഞ്ഞു. ഇനി അകലങ്ങളുടെ വർഗത്തിന്, അകലങ്ങളുടെ വർഗത്തിന്, d എന്താണ്? അകലം. അപ്പൊ അകലങ്ങളുടെ എന്ത് ചെയ്യണം? വർഗമാണ് അല്ലെ? d സ്ക്വയർ ആണ്. അതിന്റെ എന്ത് ചെയ്യണം? വിപരീത അനുപാതത്തിലുമാണ് എന്നാണ് പറഞ്ഞത്. ഇനി ഇതിൽ g എന്നത് എന്താണ്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ഈ g യുടെ മൂല്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബർ കിലോഗ്രാം സ്ക്വയർ ആണ് g യുടെ മൂല്യം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ g യുടെ മൂല്യം പഠിച്ചു വെക്കുക. ഈ g ആണ് കേട്ടോ, ക്യാപിറ്റൽ G ആണ്, ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. ഇനി പ്രപഞ്ചത്തിൽ എല്ലായിടത്തും g യുടെ മൂല്യം തുല്യമായിരിക്കും. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും g യുടെ മൂല്യം എന്താണ്? തുല്യമായിരിക്കും. ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് g യുടെ മൂല്യം പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത്. അപ്പൊ g യുടെ മൂല്യം കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. g യുടെ മൂല്യം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരുപോലെയാണ്. g യുടെ മൂല്യം 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. അപ്പൊ ഈ ബോക്സ് നന്നായിട്ട് ഈ ഏരിയ മനസ്സിലാക്കണം. അവിടെയുള്ള 3 പോയിന്റ് പഠിക്കുക. G എന്ന് പറയുന്നത് എന്താണ്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. 1 കിലോഗ്രാം മാസുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ 1 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം എന്താണ്? G ന്യൂട്ടൺ ആയിരിക്കും. G ന്യൂട്ടൺ ആയിരിക്കും. M1 M2 എന്നീ മാസുള്ള രണ്ട് വസ്തുക്കളെ നമ്മൾ പറഞ്ഞു അല്ലെ? ഈ കണക്ക് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യണം? ഈ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കം നമ്മൾ എന്ത് ചെയ്യാ? ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ക്രമ നമ്പർ 1 നോക്കിക്കേ. വസ്തുക്കളുടെ മാസ് കിലോഗ്രാമിൽ, രണ്ട് വസ്തുക്കളുടെ മാസ് തന്നിട്ടുണ്ട് അല്ലെ? അതിൽ ഒരു വസ്തുവിന്റെ മാസ് എത്രയാണ്? 5. മറ്റേ വസ്തുവിന്റെ മാസ് 10. അതായത് ഇത് M1 ഉം ഇതെന്താണ്? M2 ആണ്. ഇനി വസ്തുക്കൾ തമ്മിലുള്ള അകലം M എത്രയാണ്? വസ്തുക്കൾ തമ്മിലുള്ള അകലം D എത്രയാണ്? 2. അപ്പൊ നമ്മൾ D പറയുമ്പോൾ എന്താണ്? വർഗത്തിന്റെ എന്താണ്? വിപരീത അനുപാതത്തിലാണ് എന്ന് പറയല്ലേ? വർഗത്തിന്റെ. അപ്പൊ 2ന്റെ സ്ക്വയർ ഇട്ട് കാണും. അപ്പൊ എങ്ങനെയാണ് ഇക്വേഷൻ ചെയ്യുക? G into അല്ലെ? F സമം എന്താണ്? G into G എത്രയാണ്? നമ്മൾ G യുടെ മൂല്യം നേരത്തെ പറഞ്ഞില്ലേ? അതേ into 10 into 5 അല്ലെ? M1 into M2. ഈ ഇക്വേഷൻ എടുക്കുക. ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? ഈ മാസും അകലം തമ്മിൽ ഇട്ട് കൊടുക്കുക. M1 M2 പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 10 into 5 divided by d സ്ക്വയർ ആണ്. അപ്പൊ 2ന്റെ സ്ക്വയർ. അപ്പൊ എത്ര കിട്ടി? 12.5 G കിട്ടി കേട്ടോ. 12.5 G. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെ ചെയ്യുന്നത് അറിയാലോ അല്ലെ? ഇത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാ? ചെയ്യാട്ടോ. ഇനി അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാ? രണ്ടാമത്തതും ചെയ്ത് നോക്കുക കേട്ടോ. 10 into
10 ഒരു വസ്തുവിന്റെ മാസ് M1ന്റെ മാസ് 10, M2ന്റെ മാസ് 10, അകലം 2. ഇനി ഇത് G ഇൻറ്റു എത്ര എങ്ങനെ ചെയ്യും? 10 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4 അല്ലേ? 4 പറയുമ്പോ എത്രയായി? 2, ഇവിടെ 5, 5 50, ഇവിടെ എത്ര വന്നു? 25. സോറി 25 ന്യൂട്ടൺ അല്ല, 25 G വന്നു. അതേപോലെ എന്ത് ചെയ്യാം? ഓരോന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി 40 കിലോഗ്രാം 50 കിലോഗ്രാം വീതം മാസുള്ള 2 കുട്ടികള് 2 മീറ്റർ അകലത്തിലായിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം G കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ M1 40 കിലോഗ്രാം തന്നിട്ടുണ്ട്, M2 50 കിലോഗ്രാം തന്നിട്ടുണ്ട് അല്ലെ? അതിങ്ങനെ എടുത്ത് എഴുതണം കേട്ടോ. ഇതേപോലെ എപ്പോഴും എന്ത് ചെയ്യണം? ഇങ്ങനെ എടുത്ത് എഴുതിയാലും വേഗം നമുക്ക് മാത്സ് ചെയ്യാനായിട്ട് പറ്റും. D എത്ര തന്നു? 2. അപ്പൊ G കാണാൻ M1 × M2 / D2. Gയുടെ മൂല്യം നമ്മൾ ആദ്യം എഴുതുക, എന്നിട്ട് M1 M2 എഴുതുക, 40 × 50 എഴുതി, D² ന്യൂട്ടൺ എഴുതി, എന്നിട്ട് എന്ത് ചെയ്യാം? അതിനെ ഡിവൈഡ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതിനെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇത്രയും ന്യൂട്ടൺ കിട്ടുന്നുണ്ട്. ഇനി എന്താണ് ഗുരുത്വാകർഷണ ത്വരണം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഭൂമിയുടെ ആകർഷണ ബലം കാരണമല്ലേ തെങ്ങിൽ നിന്ന് നെട്ടറ്റു പോയ തേങ്ങ താഴോട്ട് തന്നെ അല്ലേ? തേങ്ങ എന്തുകൊണ്ടാണ് മുകളിലോട്ട് പോകാത്തത്? തേങ്ങയ്ക്ക് മേലേക്ക് വെക്കൂടെ? പോകുന്നില്ല, കാരണം താഴേക്ക് വീണത് എന്താണ്? അവിടെ ഗുരുത്വാകർഷണ ത്വരണമാണ് അല്ലെ? ഭൂമി പ്രയോഗിക്കുന്ന അസന്തുലിത ബലം തേങ്ങയിൽ ത്വരണം ഉണ്ടാക്കുന്നത് മൂലമാണ് അത് താഴേക്ക് പതിക്കുന്നത്. അപ്പൊ ഭൂഗുരുത്വാകർഷണ ബലമാണ് ഭൂമി എന്ത് ചെയ്യുന്നത്, അല്ല തേങ്ങ എന്ത് ചെയ്യുന്നത്? താഴേക്ക് വീഴുന്നത് അല്ലെ? ആ ഭൂഗുരുത്വാകർഷണ ബലം മൂലം തേങ്ങയിൽ എന്ത് അനുഭവപ്പെടുന്നു? ത്വരണം, ആക്സിലറേഷൻ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? തേങ്ങ താഴേക്ക് വീഴുന്നത്. ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് മാസ് കുറഞ്ഞ വസ്തുവും മാസ് കൂടിയ വസ്തുവും ഒരുമിച്ച് താഴേക്ക് പതിപ്പിക്കുക. ഏതായിരിക്കും ആദ്യം പതിക്കുക? ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് മാസ് കുറഞ്ഞ വസ്തുവും മാസ് കൂടിയ വസ്തുവും ഒരുമിച്ച് താഴേക്ക് പതിപ്പിക്കുക. ഏതായിരിക്കും ആദ്യം പതിക്കുക? ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇനി ഭൂഗുരുത്വാകർഷണ ബലത്താൽ വസ്തുക്കൾക്കുണ്ടാകുന്ന ത്വരണം ഭൂഗുരുത്വാകർഷണ ത്വരണം എന്ന് അറിയപ്പെടുന്നു. ഭൂഗുരുത്വാകർഷണ ബലത്താൽ, അതായത് ഭൂമിയിൽ ഗുരുത്വാകർഷണ ബലമുണ്ട്, എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നുണ്ട്. ഇങ്ങനെ ആകർഷിക്കുന്ന സമയത്ത് ആ വസ്തുക്കളിൽ, ഏത് വസ്തുക്കളിൽ? ഏതെങ്കിലും ഒരു വസ്തു ആയിക്കോട്ടെ, ഭൂഗുരുത്വാകർഷണ ബലം മൂലം എന്ത് അനുഭവപ്പെടും? അവിടെ വസ്തുവിന്മേല് ത്വരണം അനുഭവപ്പെടുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നു? ഭൂഗുരുത്വാകർഷണ ത്വരണം എന്നറിയപ്പെടുന്നു. ഇത് G എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. G എന്ന അക്ഷരം, ഭൂഗുരുത്വാകർഷണ ത്വരണം എന്താണ്? G. നമ്മൾ നേരത്തെ പറഞ്ഞ G എന്താണ്? ഈ ക്യാപിറ്റല് ഭൂഗുരുത്വാകർഷണ സ്ഥിരാങ്കം, ഭൂഗുരുത്വാകർഷണ സ്ഥിരാങ്കം. ഇനി ഈ G എന്താന്ന് ചോദിച്ചാൽ ഭൂഗുരുത്വാകർഷണ ത്വരണം കേട്ടോ. ഭൂഗുരുത്വാകർഷണ ത്വരണം. ഇവിടെ Gയുടെ മൂല്യം നമ്മൾ പറഞ്ഞു 6.67 × 10⁻⁵ എന്ന് മറ്റും പറഞ്ഞു. ഇനി ഈ Gയുടെ മൂല്യം നമുക്ക് നോക്കാം. വസ്തുവിന്റെ മാസ് M, വസ്തുവിന്റെ മാസ് ക്യാപിറ്റൽ M. അങ്ങനെ ഭൂമിയുടെ ആരം R എന്ന് പരിഗണിച്ചാൽ ഗുരുത്വാകർഷണ നിയമപ്രകാരം ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എങ്ങനെ കാണാം? G(m)m കണ്ടോ /r² ആണ്. എന്നാൽ രണ്ടാം ചലന നിയമപ്രകാരം M മാസുള്ള വസ്തുവിന് G ത്വരണം ഉണ്ടാകുവാൻ ആവശ്യമായ ബലം F = mg. നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു, mg പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് mg = G(m)m, 2m അല്ലെ ഒരു വസ്തുവിന്റെ മാസ്. പിന്നെ ഈ വസ്തുവിന്റെ മാസ് ആയിരിക്കണം ഏത്? ഈ ചെറിയ m കേട്ടോ. ചെറിയ m വസ്തുവിന്റെ മാസ് ആയിരിക്കണം. ഈ വലിയ m എന്ന് പറയുന്നത് എന്തായിരിക്കണം? വലിയ m ഭൂമിയുടെ മാസ് ആയിരിക്കണം കേട്ടോ. ഭൂമിയുടെ മാസ് ആയിരിക്കണം. ചെറിയ m ആണ് ഇതിന്റെ വസ്തുവിന്റെ മാസ്. ഡിവൈഡഡ് ബൈ r². r എന്താണ്? റേഡിയസ്. ഇനി Gm ഡിവൈഡഡ് ബൈ r². ഇനി തൂവലും നാണയവും തമ്മിലുള്ള പരീക്ഷണം. നീളം കൂടിയ സുതാര്യ ട്യൂബിൽ ഒരു നാണയവും തൂവലും നിക്ഷേപിച്ച് ലംബമായി പിടിച്ച് പെട്ടെന്ന് തലകീഴായി നിർത്തിയപ്പോൾ നാണയം പതിച്ച് അല്പം കഴിഞ്ഞ് തൂവൽ എത്തുന്നതായിട്ട് കാണപ്പെടുന്നു അല്ലെ? മാസ് കൂടുന്ന വസ്തു എന്താകും? പെട്ടെന്ന് ഭൂമിയിൽ പതിക്കും. മാസ് കുറയുന്ന സമയത്ത് ഭൂമിയിലേക്ക് പതിക്കുന്നത് എന്തായിരിക്കും? സ്പീഡ് കുറവായിരിക്കും അല്ലെ? ട്യൂബിനകത്തെ വായു നീക്കം ചെയ്ത് പരീക്ഷണം ആവർത്തിച്ചാൽ തൂവലും നാണയവും ഒരുമിച്ച് താഴെ പതിക്കുന്നതായിട്ട് കാണാം. ട്യൂബിനകത്തെ വായു നീക്കം ചെയ്തിട്ട് കണ്ടോ. അപ്പൊ വായു ഇല്ലാതെ രണ്ടും കൂടി ഒപ്പം വെച്ച് കഴിഞ്ഞാൽ നാണയവും തൂവലും വെച്ചാൽ ഒരുമിച്ച് പതിക്കുന്നു. പക്ഷെ വായു ഉണ്ടെങ്കിൽ എന്താണ് അവിടെ പതിക്കുന്നത്? വായു ഉണ്ടെങ്കിൽ ആദ്യം ഭാരം മാസ് കൂടിയ വസ്തു ആയിരിക്കും എന്ത് ചെയ്യുക? ആദ്യം പതിക്കുക. ഇനി ഭൂമിയിലെ Gയുടെ മൂല്യം കണക്കാക്കിയിട്ട് നമുക്ക് നോക്കാം. ഭൂമിയുടെ മാസ് M എത്രയാണ്? 6 × 10⁻24 kg ആകുമ്പോ R എത്രയാണ്?
6.4 ഇൻറ്റു 10⁻6 m. അപ്പൊ ജി കാണാൻ നമ്മൾ നേരത്തെ ജിയുടെ എന്താണ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്യണം, ഇവിടെ ചെയ്തിട്ട് എത്ര കിട്ടും, 9.8 മീറ്റർ സ്ക്വയർ. അപ്പൊ ജിയുടെ മൂല്യം കാണാൻ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ആ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജി സമം എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ തന്നിട്ടായിരുന്നു. ആ ഇക്വേഷൻ ഇവിടെ ഇട്ടിട്ട് എന്ത് ആക്കുക. അപ്പൊ എത്ര കിട്ടും, ജിയുടെ മൂല്യം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കേട്ടോ. ജിയുടെ മൂല്യം എത്രയാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഇതിൽ തമോഗർത്തത്തെ കുറിച്ച് പറയുന്നുണ്ട്, ബ്ലാക്ക് ഹോളിനെ കുറിച്ചിട്ട് പറയുന്ന നോക്കാം. പ്രകാശത്തിന് പോലും വിട്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഗുരുത്വാകർഷണമുള്ള പ്രപഞ്ച വസ്തുക്കളാണ് ഏത് പറയുന്നത്, തമോഗർത്തങ്ങൾ എന്ന് പറയുന്നത്. പ്രകാശത്തിന് പോലും വിട്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഗുരുത്വാകർഷണം ഉള്ള പ്രപഞ്ചത്തിലെ വസ്തുക്കളാണ് ഇത്, തമോഗർത്തങ്ങൾ. ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ച് ആൽബർട്ട് ഐൻസ്റ്റീനിന്റെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ, ആരുടെ, ആൽബർട്ട് ഐൻസ്റ്റീൻ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ തമോഗർത്തങ്ങളുടെ സാധ്യതയെ കുറിച്ചിട്ട് 1916 പ്രവചിച്ചിരുന്നു. എന്നാൽ ഇവയുടെ സാന്നിധ്യത്തിൽ ശരിയായ തെളിവുകൾ ലഭിച്ചത് എപ്പോഴാണ്, 2017 1916 100 വർഷം കഴിഞ്ഞു അല്ലേ, 2017. പിന്നീട് M87 എന്ന വിദൂര ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള വലിയ മാസുള്ള തമോഗർത്തത്തിന്റെ നിഴൽ ചിത്രം ശാസ്ത്രജ്ഞർക്ക് സൃഷ്ടിക്കാൻ. M87 നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പടുകൂറ്റൻ തമോഗർത്തത്തെ കുറിച്ചിട്ടുള്ള തെളിവുകളും ഇപ്പോൾ ലഭ്യമാണ്. സൂര്യന്റെ പല മടങ്ങ് മാസുള്ള നക്ഷത്രങ്ങളുടെ പരിണാമത്തിന്റെ അവസാന ഘട്ടത്തിൽ ചിലത് തമോഗർത്തങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇത്തരം ധാരാളം തമോഗർത്തങ്ങൾ എന്തുണ്ട്, ഗാലക്സികളിൽ. മാസും ഭാരവും, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് അല്ലെ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. മാസ് അളക്കുന്നത് ഏത് ഉപകരണം ഉപയോഗിച്ചിട്ടാണ്, കോമൺ ബാലൻസിൽ മറ്റൊരു വസ്തുവിന്റെ മാസുമായി താരതമ്യം ചെയ്താണ് ഒരു വസ്തുവിന്റെ മാസ് കണക്കാക്കുന്നത്. കോമൺ ബാലൻസിൽ മറ്റൊരു വസ്തുവിന്റെ മാസുമായിട്ട് താരതമ്യം ചെയ്താണ് വസ്തുവിന്റെ മാസ് കണക്കാക്കുന്നത്. എങ്ങനെയാണ്, കോമൺ ബാലൻസിലാണ്. ഇനി ഭാരം എന്നത് എന്താണ്, ഒരു ബലമാണ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം. ചന്ദ്രനിലോ മറ്റ് ആകാശഗോളങ്ങളിലോ ആയിരിക്കുമ്പോൾ ആ ഗോളങ്ങൾ വസ്തുവിനെ ആകർഷിക്കുന്ന ബലമാണ് വസ്തുവിന്റെ അവിടത്തെ ഭാരം. ഒരു വസ്തുവിന്റെ മാസ് m ആയാൽ വസ്തുവിന്റെ ഭാരം എന്തായിരിക്കും, mg ആയിരിക്കും. വസ്തുവിന്റെ മാസ് m ആയാൽ വസ്തുവിന്റെ ഭാരം എന്തായിരിക്കും, mg ആയിരിക്കും. സ്പ്രിംഗ് ബാലൻസ്, പ്ലാറ്റ്ഫോം ബാലൻസ് തുടങ്ങിയവ ഉപയോഗിച്ചിട്ടാണ് ഭാരം അളക്കുന്നത്. സ്പ്രിംഗ് ബാലൻസ്, പ്ലാറ്റ്ഫോം ബാലൻസ് തുടങ്ങിയവ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭാരം അളക്കുന്നത്. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഭാരം അളക്കുന്നത് സ്പ്രിംഗ് ബാലൻസും പ്ലാറ്റ്ഫോം ബാലൻസും ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഒരു വസ്തുവിന്റെ മാസ് എന്താണ്, m ആയാൽ വസ്തുവിന്റെ ഭാരം എന്തായിരിക്കും, mg ആയിരിക്കും. കിലോഗ്രാം വെയിറ്റ് എന്നത് ഭാരത്തിന്റെ മറ്റൊരു യൂണിറ്റ് ആണ്, കിലോഗ്രാം വെയിറ്റ്. സ്പ്രിംഗ് ബാലൻസിൽ സാധാരണയായിട്ട് കിലോഗ്രാം വെയിറ്റിനെ കിലോഗ്രാം എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഏതില്, സ്പ്രിംഗ് ബാലൻസില്. ഇനി 1 കിലോഗ്രാം വെയിറ്റ് നോക്കൂ. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് ഇത് 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്. 1 കിലോഗ്രാം ഭാരം, 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് എന്ത്, 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്. F സമം ma ആയാൽ എന്താ, ma is equal to mg. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 1 kg ഇൻറ്റു പിന്നെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ജിയുടെ മൂല്യം നമ്മൾ പറഞ്ഞില്ലേ, ഇസ് ഈക്വൽ ടു 1 × 9.8 എത്രയാകുമ്പോ, ഇവിടെ മാസ് തന്നില്ലേ, മാസ് ഇവിടെ 1 അല്ലേ തന്നിരിക്കുന്നത്, 1 കിലോഗ്രാം ഇൻറ്റു mg അല്ലേ. ജി പറയുമ്പോൾ എന്താണ്, ജിയുടെ മൂല്യം 9.8. അപ്പൊ 9.8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അതായത് എത്രയാണ്, 9.8 ന്യൂട്ടൺ. അതായത് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ ആണ്. 50 കിലോഗ്രാം മാസുള്ള വസ്തുവിന്റെ ഭാരം
ഇസ് ഈക്വൽ ടു എം ജി ഇസ് ഈക്വൽ ടു എത്രയാണ്? അപ്പൊ എത്രയായിരിക്കും മാസ്? എം ജി എത്ര ചെയ്യാം? മാസ് എത്രയാ തന്നു? 50. ജിയുടെ മൂല്യം 9.8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എത്ര കിട്ടി? 490 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പൊ ഇത് 50 കിലോഗ്രാം വെയിറ്റ് എന്നും അറിയപ്പെടും. അപ്പൊ 490 ന്യൂട്ടൺ എന്നത് എത്രയാണ്? 50 കിലോഗ്രാം വെയിറ്റ് എന്നും അറിയപ്പെടുന്നു. ഇനി 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം കണക്കാക്കുക. ഈ വസ്തുവിനെ ചന്ദ്രനിൽ എത്തിച്ചാൽ ഭാരം എത്രയായിരിക്കും? ചന്ദ്രനിലെ ജിയുടെ മൂല്യം എത്രയാണ്? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ചന്ദ്രനില് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രനിൽ ജിയുടെ മൂല്യം 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ഭൂമിയിലെ ഭാരം നമ്മൾ എങ്ങനെ കണക്കാക്കുക? എം ജി ഇവിടെ എത്ര തന്നു? 10 തന്നു അല്ലെ? ഭൂമിയിലെ ഭാരം കണക്കാക്കാൻ എന്താ ചെയ്യേണ്ടത്? എം ജി ഇസിക്കൽ ടു എം എത്ര തന്നു? 10 ഇൻറ്റു ജിയുടെ ഭൂമിയിൽ എത്രയാണ് ഭാരം? 9. ജിയുടെ മൂല്യം 9.8 അല്ലേ? അതായത് ഇവിടെ മാസ് 10 കിലോഗ്രാം ആണ്. ഭൂമിയിലെ ഭാരമാണ് നമ്മൾ ആദ്യം കണക്കാക്കുന്നത്. ഭൂമിയിലെ ജിയുടെ മൂല്യം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ എം ജി കാണാൻ 10 ഇൻറ്റു 9.8 ഇസിക്കൽ ടു എത്രയാണ്? 98 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഇസിക്കൽ ടു എത്രയാണ്? 98 ന്യൂട്ടൺ ആണ്. അതായത് 98 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണ്. ഇനി ജിയുടെ മൂല്യം എത്രയാണ്? ചന്ദ്രനിലെ 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ എം ജി കാണുമ്പോൾ മാസ് എത്രയാണ്? 10 ഇൻറ്റു 1.62 ഇസിക്കൽ ടു 16.2 ന്യൂട്ടൺ. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ ഒരു മാസ് തന്നിട്ട്, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഒരു മാസ് തന്നിട്ട് അതിന്റെ ഭൂമിയിലെ ഭാരം എത്രയാണ്, ചന്ദ്രനിൽ ഭാരം എത്രയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഇത് കാണാൻ നമ്മൾ ആദ്യം ഭൂമിയില് ജിയുടെ മൂല്യം എത്രയാണെന്ന് ആദ്യം പഠിക്കുക. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതേപോലെ തന്നെ ചന്ദ്രനിലെ ജിയുടെ മൂല്യം ആദ്യം പഠിക്കണം, 1.62. ഇത് രണ്ടും പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കണക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ട് അളക്കുന്നതാണ് ഇത് മാസ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് അളക്കുന്നതാണ് ഭാരം. കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ട് അളക്കുന്നത് മാസ് ആണ്. പിന്നെ ഭാരമോ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് അളക്കുന്നു. ഇനി എന്താണ് നിർബാധ പതനവും ഭാരമില്ലായ്മയും? ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും. ഇത്തരം ചലനമാണ് നിർബാധ പതനം. അപ്പൊ നമ്മൾ ഒരു വസ്തു മുകളിൽ നിന്ന് നമ്മൾ എറിയരുത്. നമ്മൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മേലെന്ന് ഒരു വസ്തു കൊണ്ട് വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അത് ഓട്ടോമാറ്റിക്കായിട്ട് വീണോട്ടെ. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ വീഴാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് പതിക്കും. അങ്ങനെ ഇത്തരം ചലനമാണ് എന്ത് പറയുന്നത്? നിർബാധ പതനം എന്ന് പറയുന്നത്. അതായത് നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്കും എന്തുണ്ട്? ത്വരണമുണ്ട്. ത്വരണത്തിന് ആവശ്യമായ ബലം നൽകുന്നത് ആരാണ്? ഗുരുത്വാകർഷണമാണ് അല്ലെ? ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ്. ഗുരുത്വാകർഷണം നൽകുന്ന ബലം മുഴുവൻ ത്വരണം ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ പിന്നെ വസ്തുവിന് ഭാരം ഉണ്ടാകില്ല കേട്ടോ. ഗുരുത്വാകർഷണം നൽകുന്ന ബലം മുഴുവൻ ത്വരണം ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ പിന്നെ വസ്തുവിന് അവിടെ എന്തുണ്ടാകില്ല? ഭാരം ഉണ്ടാകില്ല. ഇനി എന്താണ് വർത്തുള ചലനം? വർത്തുള ചലനം, ചരടിൽ കെട്ടിയ ഒരു കല്ല്, ആ കുട്ടി കറക്കുന്നുണ്ടോ? റൗണ്ടിൽ കറങ്ങുന്നുണ്ടോ? വർത്തുള ചലനം കാണുന്ന പോലെ കറക്കിയാൽ കല്ലിന്റെ ചലനം വൃത്താപാതയിലാണ് അല്ലെ? അപ്പൊ പാതയിലൂടെയുള്ള ഒരു ചലനമാണ് എന്ത് പറയുന്നത്? വർത്തുള ചലനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കല്ല് വൃത്തപാതയിൽ തുല്യ സമയത്ത് തുല്യ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ അത് എന്ത് പറയുന്നു? സമവർത്തുള ചലനം എന്നും പറയുന്നു. തുല്യ സമയ ഇടവേളകളിൽ വൃത്താകൃതിയില് തുല്യ ദൂരം സഞ്ചരിച്ചാൽ അതിനെ സമവർത്തുള ചലനം എന്ന് പറയുന്നു. ഇനി ആറ്റത്തിലെ ന്യൂക്ലിയസ് അല്ലെ, നമ്മളൊക്കെ കാരണം കാണുന്നുണ്ട്. നമ്മളിങ്ങനെ ന്യൂക്ലിയസ് കാണും, ചുറ്റും ഇങ്ങനെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഷെല്ലുകൾ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കാറുണ്ട് അല്ലെ? അങ്ങനെ ഈ ആറ്റത്തിന് ചുറ്റും, ന്യൂക്ലിയസിന് ചുറ്റും എന്താണ്? ഇലക്ട്രോണുകൾ അല്ലെ? എങ്ങനെ ഇവിടെ കാണാൻ കഴിയും? ഇലക്ട്രോണുകൾ കാണാൻ കഴിയും. ഇങ്ങനെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാണ്? റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? കറങ്ങുന്നതും സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതും ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ
ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതും എന്തിനു വിധേയമായിട്ടാണ്? അഭികേന്ദ്ര ബലത്തിന്. അതായത് ഈ ഉള്ളിലുള്ള ബലത്തെ ആകർഷിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇലക്ട്രോണുകൾ കറങ്ങുന്നത്. അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ. അപ്പൊ ഇതിപ്പോ സൂര്യനാണെന്ന് വെക്കുക. ഈ സൂര്യൻ ഇതിന് ചുറ്റും ഇങ്ങനെ ഗ്രഹങ്ങൾ കറങ്ങുമ്പോൾ ഈ സൂര്യന്റെ ആകർഷണ ബലത്തിന് മേലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗ്രഹങ്ങൾ ഇവിടെ കറങ്ങുന്നത്. അതുപോലെ ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതും ഏതിനാണ്? അഭികേന്ദ്ര, അതായത് ഉള്ളിലുള്ള ഒരു ബലത്തിന് വിധേയമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കറങ്ങുന്നത്. അപ്പൊ നമുക്ക് ഇതുവരെ പഠിച്ചു ഒന്നും കൂടിയിട്ട് ഒന്ന് റിവൈസ് ചെയ്താലോ? ഒന്ന് ഓടിച്ചു വിട്ടുതരാം കേട്ടോ, ഒന്ന് ഓടിച്ചു വിട്ടുതരാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ഗുരുത്വാകർഷണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലെ. എന്താണ് ഈ ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്? എന്താണ്? ഭൂമി എന്ത് ചെയ്യുന്നു? എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നു? അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു അല്ലെ. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഇനി ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്നവ എന്തൊക്കെയാണ്? വസ്തുവിന്റെ മാസ് അല്ലെ, മാസും അതുപോലെ തന്നെ അതിന്റെ അകലവും. വസ്തുവിന്റെ മാസും അതിന്റെ അകലവും എന്ത് ചെയ്യുന്നു? ഭൂഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി എന്താണ് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം? ജിയുടെ മൂല്യം. ജി എന്ന് പറയുന്നത് എന്താണ്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കം പഠിച്ചു അല്ലെ. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം എത്രയാ പഠിച്ചത്? 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം സ്ക്വയർ. അത് പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? പിന്നെ ഈ ജിയുടെ മൂല്യം കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് അല്ലെ. എന്റെ ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഹെൻറി കാവൻഡിഷ് ആണ് ഈ ജിയുടെ മൂല്യം കണ്ടെത്തിയത്. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത്? പിന്നെ പഠിച്ചു. പിന്നെ എന്താണ്? ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് കേട്ടോ ഗുരുത്വാകർഷണ ബലം. ഏറ്റവും ശക്തി കുറഞ്ഞ ബലം. കുറഞ്ഞത് ആണ് ഏത്? ഈ ഗുരുത്വാകർഷണ ബലം. എങ്കിൽ ശക്തി കൂടിയ ബലം ഏതാണ്? ശക്തി കൂടിയ ബലം ഏതാണ്? അത് ന്യൂക്ലിയർ ബലമാണ്. ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ബലവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലവുമാണ്. ഗുരുത്വാകർഷണ ബലമാണ് ശക്തി കുറഞ്ഞത്. പിന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യും? കുറയുകയാണ് കേട്ടോ. ഉള്ളിലേക്ക് പോകുന്തോറും, ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. ഇനി ഒരു ഏറ്റവും കൂടുതൽ എന്താണ്? ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? ഭൂമിയുടെ ഉപരിതലത്തിലായിരിക്കും. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലാണ്. കാരണം അകലം കൂടുന്തോറും ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യും? കുറയും അല്ലേ. ഇനി ഭൂകേന്ദ്രത്തിൽ ഭൂമിയുടെ നമ്മൾ പറഞ്ഞു ഈ 3 പോയിന്റ്, ഇനി പറയാൻ പോകുന്ന 3 പോയിന്റ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും കൂടുതൽ അല്ലെ, കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് ഉപരിതലത്തിലാണ്. എങ്കിൽ ഭൂകേന്ദ്രത്തിൽ ഭൂമിയുടെ ഏറ്റവും ഉള്ളിൽ എന്തായിരിക്കും ഗുരുത്വാകർഷണ ബലം? അത് 0 ആയിരിക്കും. ഉള്ളിലേക്ക് പോകും തോറും ഗുരുത്വാകർഷണ ബലം കുറയുന്നല്ലേ പറഞ്ഞു. ഉപരിതലത്തിലാണെങ്കിൽ കൂടുതലും ഭൂകേന്ദ്രത്തിലാണെങ്കിൽ 0യും ആയിരിക്കും. അത് പഠിച്ചു വെക്കണം. അത് രണ്ട് വ്യത്യാസം പഠിക്കണം. പിന്നെ ഭൂമിയിലേക്ക് എന്താണ് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും അല്ലെ ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണം എന്തായിരിക്കും? ഭൂമിയിലേക്ക് ഏതൊക്കെ വസ്തുക്കൾ വന്ന് പതിച്ചാലും അവിടെ ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണം എന്തായിരിക്കും? തുല്യം ആയിരിക്കും. ഓരോന്നായിരിക്കോ? അല്ല, തുല്യമായിരിക്കും. അതൊന്ന് പഠിക്കാം. ഇനി ജിയുടെ മൂല്യം. ജി അല്ലേ, നമ്മൾ ഫസ്റ്റ് ക്യാപിറ്റൽ ജി ആണ് പഠിച്ചത്. ഈ ജിയുടെ മൂല്യം ധ്രുവപ്രദേശത്ത് എത്രയാണ്? ജിയുടെ മൂല്യം ധ്രുവപ്രദേശത്ത് എത്രയാണ് പഠിച്ചത്? ഓർമ്മ കിട്ടുന്നുണ്ടോ? ധ്രുവപ്രദേശത്ത് പഠിച്ചത് 9.83 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. എങ്കിൽ നമ്മൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്രയായിരിക്കും? ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 9.78 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ഇതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെന്താണ്? ചന്ദ്രനിലെ ജിയുടെ മൂല്യം എത്രയാണ്? ചന്ദ്രനിലെ ജിയുടെ മൂല്യം എത്രയാണ് പറഞ്ഞത്? 1.62
m/s², അല്ലേ? അത് പഠിച്ചു വെക്കുക. പിന്നെ ഏതാ പഠിച്ചത്? പിന്നെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു കല്ലും കടലാസും തമ്മിൽ ഏറ്റവും ഉയരത്തിൽ നിന്ന് ഇട്ടാൽ ആദ്യം താഴേക്ക് പതിക്കുക ഏതായിരിക്കും? കല്ലായിരിക്കും അല്ലേ? ഏതായിരിക്കും? കല്ലായിരിക്കും. അവർക്ക് മാസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പതിക്കുന്ന സ്പീഡും കൂടുതലായിരിക്കും. പിന്നെ ഏതാണ് പഠിച്ചത്? ഭാരത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് അല്ലേ? ഭാരത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് പറഞ്ഞു. പിന്നെ മാസ് അളക്കാനുള്ളത് അല്ലേ? മാസ് അളക്കാനുള്ളത് ഏതാണ്? സ്പ്രിങ് അല്ലേ? ഏതാണ്? സാധാരണ ത്രാസ് ഉപയോഗിക്കും അല്ലേ? സാധാരണ ത്രാസ് ഉപയോഗിക്കുന്നു. പിന്നെ ഏതാണ്? ഭാരം അളക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ഭാരം സ്പ്രിങ് ത്രാസ്. സ്പ്രിങ് കേട്ടോ. ഭാരം അളക്കാൻ സ്പ്രിങ് ത്രാസ്. മാസ് അളക്കാനോ സാധാരണ ത്രാസ് ഉപയോഗിക്കുന്നു. അതൊക്കെ പഠിക്കുക. പിന്നെ ഏതാ പഠിച്ചത്? പിന്നെ ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണെന്നറിയോ? ഗുരുത്വാകർഷണ ത്വരണം ജി ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴമാണ് കേട്ടോ. ജി ഏറ്റവും കൂടുതലുള്ളത് വ്യാഴമാണ്. എങ്കിൽ കുറവ് ഏതിലാണ്? കുറവ് വരുന്നത് ചൊവ്വയിലും ബുധനുമാണ്. ചൊവ്വ ബുധനിൽ എന്താണ്? ഗുരുത്വാകർഷണ ജിയുടെ മൂല്യം കുറവാണ്. ജിയുടെ മൂല്യം കൂടുതൽ ഏതിലാണ്? വ്യാഴത്തിലാണ് കേട്ടോ. വ്യാഴത്തിലാണ്. പിന്നെ ഏതാണ്? അത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മളിതിപ്പോൾ പഠിച്ചത്. പിന്നെ ആ ഇക്വേഷൻ 2 കണക്കുകൾ അതിലുണ്ടായിരുന്നു. ആ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ബൈ ചാൻസ് വന്നു കഴിഞ്ഞാലോ. അപ്പോൾ പിന്നെന്താണ്? അങ്ങനെ നമ്മുടെ ഫിസിക്സും കഴിഞ്ഞു കേട്ടോ. ഫിസിക്സും കഴിഞ്ഞു. 4 ലെസൺസ് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. എന്തെങ്കിലും പിശകുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ ക്ഷമിക്കണം. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളായിരിക്കും ഉള്ളത്. തുറന്ന് പറയണമല്ലോ. നമ്മൾ വെറുതെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പറയുന്നതിൽ കാര്യമില്ല. എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് കെമിസ്ട്രി എടുക്കണം അല്ലേ? അടുത്ത കെമിസ്ട്രി ആയിട്ട് എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എന്താണ്? ഫിസിക്സ് ക്ലാസ്സുകൾ വന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് നല്ല രീതിയിൽ കുറവാണ്. അത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് കഴിയും. അപ്പോൾ നോക്കുക എന്താണ് ഞാൻ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെ എനിക്കൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഇനി ഒന്ന് ക്രോഡീകരിച്ചിട്ട് തന്നാലോ എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കുറച്ച് തന്നാലോ ഒരു ദിവസം ഒരു 10-20 മിനിറ്റ് ക്ലാസ് നല്ല രീതിയിൽ എളുപ്പത്തിൽ ഈ പുതിയ SCERT ഒക്കെ കോർത്തിണക്കി കൊണ്ട് ടോപ്പിക് വൈസ് ആയിട്ട് തന്നാലോ എന്നുണ്ട്. നോക്കട്ടെ കേട്ടോ. ക്ലാസ് അനുസരിച്ചിട്ട് ചെയ്യാം. കാരണം സപ്പോർട്ട് ഭയങ്കര കമ്മിയാണ്. നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.